ഹലോ എല്ലാ കൂട്ടർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് വീഡിയോ തുടങ്ങണത് തന്നെ കുറച്ച് മഴയൊക്കെ ആയിട്ടാണ്. ഇത് ഞാൻ ഷൂട്ട് ചെയ്യേണ്ടത് വിഷുവിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. തലേ ദിവസം വൈകുന്നേരം അങ്ങനെ നമ്മളെ വേനൽ ചൂടിന് കുറച്ച് കുറവ് വരുത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. ചില ഭാഗത്തൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും ഞങ്ങൾക്ക് ഒരു ചെറുതായ രീതിയിൽ തന്നെ ഒരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് കരുതിയാൽ പിന്നെ നാളെ വിഷു ആണല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് വരുവാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ വിഷയമൊന്നുമില്ല, ഞങ്ങൾക്ക് കണിയെടുക്കാനൊന്നും പറ്റില്ല, ഞങ്ങളെ ഒരു ബന്ധു മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഏതായാലും ആഘോഷമൊന്നുമില്ല, അപ്പം നല്ല അമ്മയുടെ അടുത്തേക്ക് ഒന്നാട് പോവാമെന്ന് വിചാരിച്ചിട്ടുള്ള ഇരുത്താണ് കേട്ടോ. പിന്നെ ഒട്ടും താമസിയാൽ തന്നെ നമ്മളെ കെട്ടവും കിഴിയൊക്കെ എടുത്തിട്ട് പിന്നെ അമ്മയുടെ അടുത്തേക്കാണ് പോന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ നെയ്യപ്പ് ഇറച്ചിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണന്മാർക്ക് വെച്ചെടുക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കാര്യമായിട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നെയ്യപ്പും കോഴിക്കറിയാണ് കേട്ടോ. കോഴിക്കറി നല്ല വറുത്തരച്ചൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല നെയ്യപ്പും ഇറച്ചിയും കൂടിയും കഴിക്കുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ട് ഞങ്ങൾ മലപ്പുറത്ത്. അപ്പോൾ അത് കഴിക്കേണ്ടത് ഞാൻ മറ്റുള്ള ജില്ലകളിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അത് സംഭവം. അത് കഴിക്കുമെന്ന് പോലും അറിയും, പക്ഷേ നല്ലൊരു രസമുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അനിയനാണ് കേട്ടോ പിന്നെ പുത്തിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ നമ്മളെ അമ്മും ചിന്നും കൂടിയാണ് കൂടിയിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് അപ്പോൾ ഈ സമയം ആയപ്പോഴേക്കാണ് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ പൊട്ടലും ചീറ്റലൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. പടക്കത്തിൻ്റെയൊക്കെ ശബ്ദങ്ങൾ ഭയങ്കരമായിട്ട് തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. ചുറ്റുഭാഗത്തൊക്കെ നല്ല പൊട്ടൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് വിഷു ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളെ അച്ചമ്മ വേർപെട്ട് പോയിരുന്നു ഞങ്ങളെ അടുത്ത് നിന്ന്. അപ്പോൾ ഒരു വർഷമൊന്നും ആയിട്ടുണ്ടല്ലോ, അടുത്ത കുറഞ്ഞ ദിവസങ്ങളെ ആയിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആഘോഷമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഈ സമയത്ത് പടക്കം പൊട്ടിക്കുമ്പോഴും അച്ചമ്മേനെ ഓർത്തുകൊണ്ടായിരുന്നു കേട്ടോ എല്ലാം ചെയ്തിരുന്നു. കാരണം വെച്ചാൽ ഒരു വിഷു ആയി കഴിഞ്ഞാലും അച്ചമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലും ഒക്കെ. കുട്ടികളെയും കാട്ടിൽ മുമ്പേ അച്ചമ്മ ഇറങ്ങുമായിരുന്നു അങ്ങനത്തെ കാണാനിട്ടോ. ഇങ്ങനെ കൈ പിടിച്ചിട്ട് കത്തിക്കുക അതൊന്നുമല്ല, പക്ഷേ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന ഒരു അച്ചമ്മയായിരുന്നു. അപ്പോൾ ആ സമയം ഞങ്ങൾ ചെയ്ത സമയത്ത് അതിനെ പറ്റിയിട്ടൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണി കാണാൻ വേണ്ടിയിട്ട് 4 മണിക്ക് തന്നെ എണീറ്റുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ഒരുക്കിയ കണി. അപ്പോൾ മക്കൾക്ക് വേണ്ടോളം കത്തിക്കാനും പൊട്ടിക്കാനൊക്കെ ഉള്ളതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പല മോഡലിലും ഡിസൈനിലൊക്കെ ആക്കിയിട്ടൊക്കെ അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ആ വഴിക്കൊന്നും വല്ലാതെ പോയിട്ടില്ല കേട്ടോ. ഞാനൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഞാൻ ഒരു പൂത്തിരി പോലും ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല, വാസ്തവം അതാണ്. അപ്പോൾ ഇതൊക്കെ പുലർച്ചെയാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ പിന്നെ അതിന് ശേഷം പിന്നെ ഒരു പൂച്ചിറക്കം ഉറങ്ങിയെന്ന് പറഞ്ഞ പോലെ കേട്ടോ. ഒന്ന് കണ്ണും പിന്നെ ശേഷം പിന്നെ വീണ്ടും നീച്ചു. അല്ലാതെ വൈകോളൊന്നും കിടന്നിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാലും ഒന്ന് അമ്പലത്തിൽ പോയാലോ, നല്ല ദിവസമല്ലേ. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിലൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അമ്മയും ചിന്നും കൂടിയും പോവുകയാണ് കേട്ടോ. വിഷുവിൻ്റെ അന്ന് രാവിലെ അമ്പലത്തിലൊന്നും പോകാൻ കൂടലില്ല. കാരണം എന്താ വെച്ചാൽ രാവിലെ തന്നെ ഈ സദ്യവട്ടങ്ങൾ ഒരിക്കലൊക്കെ ആയിരിക്കുമല്ലോ പണി. അപ്പോൾ ഇന്ന് എന്തായാലും കണക്കൊന്നും നോക്കിയില്ല, വന്നിട്ട് എടുക്കുക, അതിന് മാത്രമുള്ള പണിയൊന്ന് ചെയ്യുന്നുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് അമ്പലത്തിൽ പോയി നോക്കുമ്പോൾ മക്കളെ കണ്ടമാനം ആളുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിലൊക്കെ ആ സമയത്ത് രാവിലെ. അപ്പോൾ വിചാരിച്ചു നമ്മളെ പോകാത്തതുള്ളൂ, നാട്ടുകാരൊക്കെ പോകുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പോഴാണ് മനസ്സിലായത്. അവിടുന്ന് പിന്നെ നമുക്ക് നമ്പൂതിരി നമുക്കൊരു പിന്നെ കൈനീട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ വരുന്നവർക്കൊക്കെ കൈനീട്ടുണ്ടായിരുന്നു. പിന്നെ വന്നതിന് ശേഷം ഉണ്ടാക്കി സദ്യക്കാണ്. അപ്പോൾ ചോറുണ്ട്, ചോറ്, പപ്പടം, പായസം, പിന്നെ അവിയൽ, രസം, ഉപ്പേരി, അച്ചാർ, ഓലൻ, ഇഞ്ചിത്തൈര്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്തുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, അനിയൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ചിലർക്ക് വീഡിയോയിൽ അങ്ങനെ വരാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, അതൊന്നും എടുത്തിട്ടില്ല, സദ്യകളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാട്ടിത്തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് ഒക്കെ എടുക്കുന്ന സമയത്താണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഫോട്ടോഷൂട്ട് കുറച്ചൊക്കെ അങ്ങനെ എടുത്തിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.